ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന മത്സരത്തിലും ടി.ജി. പുരുഷോത്തമന്റെ ഒഡീഷ FC തോൽവി ഏറ്റുവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എസ്സജാരി ഇരട്ട ഗോളുകൾ നേടി, 1 ഗോൾ ബിപിൻ സിംഗ് ആണ് നേടിയിട്ടുള്ളത്. ഏതായാലും ഇത്തവണത്തെ ISL നിന്നും മുഹമ്മദൻ SC റെലഗേറ്റ് ആകും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അവസാന സ്ഥാനത്ത് മുഹമ്മദൻ SC ആണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒഡീഷ FC റെലഗേറ്റ് ആയാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഒഡീഷ FCയുടെ പ്രകടനം ഇപ്പോൾ മോശമായി വരികയാണ്. അതേസമയം മുഹമ്മദൻ SC തങ്ങളുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. പോയിന്റ് പട്ടികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റാണ് മുഹമ്മദൻ SCക്ക് ഉള്ളത്. നിലവിൽ റെലഗേഷൻ സോണിൽ അവരാണ് ഉള്ളത്. 14ാം സ്ഥാനത്താണ് മുഹമ്മദൻ SC. 13ാം സ്ഥാനത്ത് ഒഡീഷ FC ആണ്. 9 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റാണ് ഒഡീഷ FCക്കുള്ളത്. അതായത് മുഹമ്മദൻ SCയും ഒഡീഷ FCയും തമ്മിലുള്ള ആ ഗ്യാപ്പ് അത് കേവലം 3 പോയിന്റിന്റെ ഒരു അന്തരം മാത്രമാണ് ഉള്ളത്. അതായത് അടുത്ത ഏതെങ്കിലും ഒരു മത്സരത്തിൽ മുഹമ്മദൻ SC വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഒഡീഷ FCക്കൊപ്പം എത്തും എന്നുള്ളതാണ്. മുഹമ്മദൻ SCക്ക് ഇനിയിപ്പോ 3 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എതിരാളിയായിക്കൊണ്ട് വരുന്നു. പിന്നീട് മുംബൈ സിറ്റി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവരാണ് എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയായിരിക്കും മുഹമ്മദൻ SC പരമാവധി ശ്രമങ്ങൾ നടത്തുക. ഒഡീഷ FCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് 4 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ബംഗളൂരു FC, ഡൽഹി, അതുപോലെ തന്നെ പഞ്ചാബ് FC, ജംഷഡ്പൂർ FC എന്നിവരാണ് ഒഡീഷയുടെ എതിരാളികൾ. ഇതിൽ ജംഷഡ്പൂർ, പഞ്ചാബ്, ബംഗളൂരു FC ഈ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ അത് ഒട്ടും എളുപ്പമാവില്ല. ഡൽഹിക്കെതിരെയുള്ള മത്സരം മാത്രമായിരിക്കും ഒഡീഷയ്ക്ക് ഒരൽപ്പമെങ്കിലും ഫൈറ്റ് നൽകാൻ കഴിയുന്ന ഒരു മത്സരം. അതുകൊണ്ട് തന്നെ ഈ റെലഗേഷൻ സോണിൽ എപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം എന്നാണ് ആരാധകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതായത് മുഹമ്മദൻ SC ഒരു മത്സരത്തിൽ വിജയിക്കുന്നു, ഒഡീഷ FC ആവട്ടെ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും പരാജയപ്പെടുന്നു. അങ്ങനെ വന്നാൽ 2 ടീമുകൾക്കും ഒരേ പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഒഡീഷ FC റെലഗേറ്റ് ആയാലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. നിലവിൽ മോശം പ്രകടനമാണ് ഒഡീഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാളിനോടും കേരള ബ്ലാസ്റ്റേഴ്സിനോടും അവർ പരാജയപ്പെട്ടു. അതിനു മുൻപ് മുഹമ്മദൻ SCയോട് സമനില വഴങ്ങി. അതിനു മുൻപ് ഗോവയോടും മുംബൈ സിറ്റിയോടും അവർ പരാജയപ്പെട്ടു. അങ്ങനെ സമീപകാലത്ത് മോശം പ്രകടനമാണ് ടി.ജി. പുരുഷോത്തമന്റെ സംഘം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.